മാഷേ ചായ ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് മാഷ് വന്നിട്ട് കുറഞ്ഞേരായോ? ഏയ് ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? അവിടെ. അവിടെയാ? നടന്നോളൂ നടന്നോളൂ നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ. എവിടെയാ? ഇവിടെ. ഓ ഓ തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിത, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടെന്നുള്ള പറയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാ. നമുക്ക് എന്തെങ്കിലും കുറച്ച് തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ? അല്ല, ക്ലാസ് തുടങ്ങാന്ന് പറയാ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, ഗമ പതാനിസ മുഷ്കരനല്ല ഞാൻ, തശീലേ. എന്നാ കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. മുക്തശീല എന്ന് വെച്ചാ? മുക്ത എന്ന് വെച്ചാ നല്ലതെന്നർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനാ കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നല്ല പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്? പൊട്ടി. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിക്കാൻ എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ. പട്ടി, തെണ്ടി, എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്തേ? അങ്ങനെയല്ല, സ്വരം പാടൂ. ശരി, ഇനി ഹമ്മിങ് ആയി പാടൂ. ഇനി ഞാനൊന്ന് പാടാം, കുട്ടി കൂടെ പാടും. മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ, മേഘമാകും തിരശീല നീങ്ങും രാവിൽ, അഷ്ടപദി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. മാഘമാസം
നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി മുഖമാകും താമരയിൽ നിലാവൊരുക്കി മനമാകും പൂമൊട്ടിൽ മധുചുരത്തി മുഖമാകും താമരയിൽ നിലാവൊരുക്കി മനമാകും പൂമൊട്ടിൽ മധുചുരത്തി മാധവനെ തേടി നിന്ന രാധയായി മാധവനെ തേടി നിന്ന രാധയായി മലർ പെയ്യാൾ കാത്തിരുന്ന് വിവശയായി മലർ പെയ്യാൾ കാത്തിരുന്ന് വിവശയായി മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി വള്ളിക്കുടിലിൽ അനങ്കനത്തി ശരമാരി പെയ്യും മദന രംഗമാക്കി കുളിരോലും വള്ളിക്കുടിലിൽ അനങ്കനത്തി ശരമാരി പെയ്യും മദന രംഗമാക്കി നീലവർണ്ണ നീർപ്പുഴകൾ നിറഞ്ഞൊഴുകി നീലവർണ്ണ നീർപ്പുഴകൾ രാജഹംസലീലയാലെ കലാശമാടി രാജഹംസലീലയാലെ കലാശമാടി മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി മാഘമാസം മല്ലികപ്പൂ കോർക്കും കാവിൽ മേഘമാകും തിരശീല നീങ്ങും രാവിൽ അഷ്ടപതി ഗാനങ്ങൾ അലയിളകി അനുരാഗം ഈണത്തിൽ വീണമീട്ടി അനുരാഗം ഈണത്തിൽ വീണമീട്ടി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട് മാഷേ. കുഞ്ഞിത് പാടിയ സമ്മാനം ഉറപ്പാ. എന്നിട്ട് ഒന്ന് വേഗം പറഞ്ഞു തൊലകിടി. സമയം സന്ധ്യയായി. കുന്നിൻ പുറത്ത് പട്ടം പറപ്പിച്ചിരുന്ന കുട്ടികളും പോയി. ദൂരെ നിന്നും ഠക് 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 എന്നൊരു ശബ്ദം. ആരോ കുതിരപ്പുറത്ത് പാഞ്ഞു വരും പോലെ. ആരാ? കമലാസനായിരിക്കും. തോക്കിനകത്ത് ഒരു വെടി വെക്കല്ലേ. ഒന്ന് വേഗം പറയടി. വരുമ്പോ കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു വരിക. വന്ന് 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 അടുത്തെത്തിയത് ചാടി ഇങ്ങനെ ഒരു പിടുത്തം.
ഞാൻ എന്റെ തമ്പുരാൻ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാ. ഭഗവാനെ, ഇത് നീ സ്വപ്നം കണ്ടാണോ? അല്ല, തന്റെ സ്വപ്നം എന്നും ഇത്രേ ഉള്ളൂ. ഈ വരവും കെട്ടിപ്പിടുത്തവും മാത്രം. ഇവള് ശരിയാവില്ല. അച്ഛൻ IAS കാരന്റെ സ്വപ്നവും മകൾക്ക് പൊന്നു തമ്പുരാനും. ഇതെവിടെ ചെന്നെത്തും? ബേട്ടാ, അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോയിരിക്കും. എനിക്ക് വട്ട് കളിക്കണം മാജി. കളിക്കാതെ തന്നെ നമുക്കൊക്കെ വട്ടാണെന്നാ നാട്ടുകാർ പറയുന്നത്. മോനൊരു കാര്യം ചെയ്യും, നമ്മുടെ പശുവിനെ ആ കുട്ടനാരുടെ വയലിറക്കി നല്ലോണം വയറ് നിറയ്ക്കും. ഓക്കെ ബേട്ടി? അന്ന് തന്നെ പശു നെല്ലെല്ലാം തിന്നെന്ന് പറഞ്ഞ ആ കുട്ടനായര് വേണ്ട ചീത്ത പറഞ്ഞതാ. എനിക്ക് ചവിട്ടം കിട്ടി. നല്ലോണം കിട്ടിയോ? മാജി വരുമ്പോ ആ ഉതുപ്പിന്റെ കടയിൽ നിന്ന് തേങ്ങ പിണ്ണാക്കി ചക്കരി കൊണ്ടുതരാം കേട്ടോ. സത്യമായിട്ടും കൊണ്ടുവരുമോ? കൊണ്ടുതരാം. അച്ചി മാജി. നിങ്ങൾ വിഷമിക്കണ്ട, ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പിടണ്ട. മാഷ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാ മതി. മാഷേന്ന് വിളിച്ചെന്നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റത് വിളിപ്പിക്കാം. മാസം ഒന്നായി കദീസ് പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഏത് കദീഷു? എന്റെ ആദ്യത്തെ കിട്ടുമോ? അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിന് തന്നെ കിട്ടുന്ന ഇല്ല. എന്റെ ഇയാളോട് ആരാ പറഞ്ഞ 2-3 കെട്ടാൻ? ഞാനും പറഞ്ഞത് ഇയാളെന്തിനാ പെണ്ണേട്ടാ നടക്കുന്നത്? അധ്യാപകർ എന്ന് പറയുന്ന മാതൃകാ പുരുഷന്മാരാണ്. 5-6 പെണ്ണും കെട്ടി സ്ഥാപനത്തിൽ നടക്കണ്ടാക്കാന്ന് വെച്ചാൽ കുറെ നാളെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. അല്ലേ മാഷ്? മാഷെന്ന് പറയുന്നത് അയാൾക്ക് വേണമെന്ന് വെച്ചാൽ 2-3 കല്യാണം കഴിച്ചോട്ടെ. അത് അയാളുടെ ആരോഗ്യം, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. മാഷ്ക്ക് വേണമെന്ന് മാഷം കല്യാണം കഴിച്ചോളൂ. ഞങ്ങൾക്ക് തരാനുള്ള കാശിന്റെ കാര്യം പറയണോ? ക്യാഷ് കൊടുക്കാം മാഷേ. മാഷെ, ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? എന്റെ മകന് തൽക്കാലം ഒരു ഓപ്പറേഷൻ വേണം. വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 10,000 രൂപ എന്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഓപ്പറേഷൻ നടത്തിയാനെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ. നിങ്ങളുടെ ആരെങ്കിലും നടക്കട്ടെ. എന്നാ വേണ്ട മാഷേ, ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ? എന്നാ മാഷെ? ഒരാവേശത്തിന് ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത്? മാഷേ, ഞാനൊരു ഇസ്ലാമാണ്. ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത്. നിങ്ങളെ ചെയിനും കൂട്ടടിക്ക്. വല്ലാഹി ഇയാൾക്കൊരു മോനുമില്ല. ഉണ്ടെങ്കിൽ തന്നെ ഓനക്ക് ഇങ്ങനെ ഒരു രോഗമില്ല. പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണമെങ്കിൽ ഇതൊരു കള്ളുഷാപ്പായിനി. കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ്. നമ്മളൊക്കെ അധ്യാപകരല്ലേ, നമ്മളൊക്കെ കുടുങ്ങിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷെയർ വേണമെങ്കിൽ വേണോ? എനിക്ക് വേണം. എന്നാ നടക്കി ഷാപ്പിടമേ പോയിട്ട് വരാട്ടാ. കാണാം. നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയിനൂരി കൊടുക്കോ സാറേ? ഏടോ, മാളിയക്കൽ അവറാച്ചന്റെ മകൻ കുഞ്ഞിക്കോര MA-യാണ് ഞാൻ. എനിക്കറിയാമോ? അവരിപ്പൊ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണങ്ങാനം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാ. അതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയാമോ? 3 രൂപ 50 പൈസ. ഹായ്. ഹായ് ശ്രീയേട്ടൻ. നല്ല ആളാ. കഴിഞ്ഞ വിഷുവിന് വരാന്ന് പറഞ്ഞ് പറ്റിച്ചു. ഇപ്പൊ യുദ്ധമൊക്കെ ആയപ്പോ പതുക്കെ തടിയെടുത്താവോ അല്ലേ? ഇത്തവണ അത്ഭുതങ്ങളും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ല, സുന്ദരമായി തോറ്റു. അതോട്ടെ ശ്രീയേട്ടൻ എനിക്ക് എന്താ കൊണ്ടുവന്നേ? നിനക്ക് വേണ്ടി 2-3 സ്കഡ് മിസൈലും ഉണ്ട്. കളിക്കരുത് കേട്ടോ. എടി പെണ്ണെ, അവിടെ എന്തെങ്കിലും വാങ്ങാൻ കിട്ടണ്ടേ? യുദ്ധം കഴിഞ്ഞ പിന്നെ ഒന്നും കിട്ടാനില്ല. നീ ഇപ്പോഴാ പഴയ തൊട്ടവാടി തന്നെ. ഇത് നീ പിണങ്ങണ്ടല്ലോ എന്ന് കരുതി ബോംബെ വളരെ കഷ്ടപ്പെട്ട് വാങ്ങിയതാ. പിടിക്ക്. അപ്പോഴേ എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശാലമായി ഒന്ന് കുളിച്ച് മനോഹരമായി വല്ലതൊന്ന് കഴിക്കണം. വാ. അത് മാത്രം മറക്കില്ല. രുചിയുള്ള ഒരു ഭക്ഷണം കഴിക്കുന്നത് ഇപ്പഴാ. ശ്രീയേട്ടന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും മാറിയിട്ടില്ലല്ലോ മാങ്ങാ കൊതി. പത്തായപ്പുരയിലെ ഉപ്പിലിട്ട മാങ്ങ കട്ടുന്നതിന് എത്രയാ തല്ലുകൊണ്ടുള്ള ചെറുതില്. ദാ പുളിവാറിലെ പാടം ഇപ്പോഴും ഉണ്ട് കാലില്. എന്തേ നിന്റെ കല്യാണ കാര്യം? IAS വല്ലതും തടഞ്ഞോ? IAS എന്താ കൊമ്പുണ്ടോ? ഉണ്ടെന്നല്ലേ നിന്റെ അച്ഛൻ പറയുന്നത്. എന്റെ കാര്യം ഇവിടെ നിക്കട്ടെ. ശ്രീയേട്ടൻ എന്താ കല്യാണം കഴിക്കട്ടെ?
അക്കരയെന്ന് പോരുമ്പോ ഒരു സുന്ദരിയെ തട്ടിക്കൊണ്ട് പോരുമെന്നാ ഞങ്ങളൊക്കെ കരുതിയത്. അല്ല, അത് ശ്രമിക്കാനിട്ടല്ല. പിന്നെ എന്റെ ഈ തിരുമോന്തണ്ട ഏത് പെണ്ണ കൂടെ പോലെ? അത് ശരിയാ. അച്ഛൻ വന്നു. പുറത്ത് കാറ് കണ്ടപ്പോഴേ വിചാരിച്ചു നീ ആയിരിക്കുമെന്ന്. യാത്രയൊക്കെ സുഖമായിരുന്നു? സുഖമായിരുന്നു. ഇതെന്താ മോളെ ഇങ്ങനെയാ ശ്രീകുമാരൻ സൽക്കരിക്കുക? ഞാൻ എന്ത് ചെയ്യാനച്ചാ? കഞ്ഞിയും മാങ്ങാക്കറിയും തന്നെ വേണമെന്ന് ശ്രീയേട്ടനാ പറഞ്ഞേ. ആ, അതാണ് നമ്മുടെ തറവാടിന്റെ ഗുണം. എവിടെ പോയാലും നമ്മുടെ നാടിന്റെ രീതി മറന്ന് ജീവിക്കരുത്. അമ്മാവൻ പറഞ്ഞു കേട്ടല്ലോ, ഏത് IAS കാരനെ കിട്ടിയാലും ശരി ഇതെല്ലാം ഓർമ്മ വേണം. വാ. മാഷ്, കവിത എന്താണ് ഈ നേരത്തെ ഇങ്ങോട്ട്? മാഷ്, കവിത എന്താണ് ഈ നേരത്തെ? ഒരു സംശയം. എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു 10-250 ഒന്നായിട്ട് ഇങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ. രാഗവിലോല എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസ്രാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ പെരുക്കാനോ. കണക്കിൽ എനിക്കൊരു സംശയമില്ല മാഷേ. അത് മാഷല്ലേ പഠിപ്പിക്കുന്നേ? അയ്യോ, ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ, മാഷിന് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന്. എങ്ങനെ കുട്ടിക്ക് അത് മനസ്സിലായി? ആ, അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്ന് ആരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ചു ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപ മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ചയാ ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ ആരുമില്ലല്ലോ. പറയണമെന്നുണ്ട് മാഷെ, പക്ഷെ ഭയങ്കര നാണം വരുന്നു. നാണപ്പിരിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ചില സമയത്ത് അതൊക്കെ മറക്കണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷെ, ഞാൻ പറഞ്ഞ മാഷിനത് വല്ലാണ്ടാവില്ലല്ലോ? ഒരു വല്ലാണ്ടില്ല. എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷിന് ഈ കഷണ്ടത്തിന് മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട്. ഫറൂഖിൽ വീണ്ടും പുലിശല്യം. ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട്. ഒന്ന് പതുക്കെ വായിക്കണ്ടേ മാഷേ? അതല്ലാന്ന്, ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ഞാൻ നോക്കണേ. ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും. അന്ന് തന്റെ കഥ അവസാനിക്കും. മമ്മൂട്ടി മാഷ അവിടെ അല്ല, എവിടെയാണ്? എന്തേ? ഒരു പാർസൽ ഉണ്ട്. ഇയാൾക്ക് ഏത് വിവരമില്ലാത്ത പാഴ്സൽ റെസീറ്റ്. ഒന്ന് തുറക്കും മാഷേ. ഇതിപ്പോ തുറന്നിട്ട് നിങ്ങൾക്ക് കാണാനുള്ള കോപ്പൊന്നും ഇതിലില്ല. എന്നാലും തുറക്കും മാഷെ, ഞങ്ങളൊന്ന് കാണട്ടെ. കാണട്ടെ മാഷെ, ഇത് ദുബായിൽ നിന്റെ ഒരു അളിയൻ അയച്ചതാണ്. പേഴ്സണലാണ്. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി. ഇവിടെ വെച്ച് തുറക്കണ്ട, വല്ല ചെറിയ ബോംബായിരിക്കുന്നേ. ചുവന്നത് എന്നാൽ ഇത്രയും ബോർമാരുണ്ടാവോ? ചെറുപ്പക്കാരൻ എങ്ങനെയും സഹിക്കാം. അതെ, ഈ കിഴവന്മാരുടെ റൊമാൻസ് കാണുമ്പോഴാ. ട്യൂഷന് വരുമ്പോഴാ രസം. ഓരോന്ന് പറയാൻ ഗോഷ്ടി കാണിക്കുകയും ചെയ്യുന്നുണ്ടോ നേരം പോണത് അറിയില്ല. താനിതത്ര തമാശയെ കണക്കാക്കണ്ട കേട്ടോ. സത്യത്തിൽ പാവങ്ങളാ. മനഃപൂർവ്വം കുരങ്ങളിപ്പിക്കാന്നറിയാമെങ്കിലും ആലോചിക്കുമ്പോ പാവം തോന്നും. ദേ, ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. ഇപ്പൊ എന്താ കണ്ടിരിക്കണേ? എനിക്കൊരു പുതിയ ഐഡിയ. അതെന്താ? പറയാം. എന്റെ മാഷേ, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? അങ്ങ് എന്റേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ അങ്ങനെ വിളിക്കുന്നേ. മാഷോടുള്ള എന്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കത്തെഴുതിയേ. എന്റെ കത്ത് മാഷിനൊരു അധികപ്പറ്റാവോ? ഏയ്, ഒരിക്കലും അധികപ്പറ്റാവില്ല കുട്ടി. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കണോ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ. അതെ, ഞാൻ എന്താ വിളിക്കണ്ടേ? മാഷേന്ന് വിളിക്കണോ, ഏട്ടാന്ന് വിളിക്കണോ? മാഷേന്ന് തന്നെ വിളിക്കല്ലേ? അതൊന്നും വിളിക്കണ്ട.
കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നമ്പുറത്ത് വരുമോ? എന്റെ ഈശോയെ. വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ. മറക്കില്ല, മറക്കില്ല കാന്താരി. ആ വേഷത്തിൽ മാഷ കാണാൻ എന്ത് രസായിരിക്കും അറിയോ? വരുമ്പോ ആരും കാണരുത്. മാഷ വരാണ്ടിരിക്കരുത്, ഞാൻ കാത്തിരിക്കും. പിന്നെ മറ്റേ മാഷ്മാർ രണ്ടുപേരും ഈ വിവരം അറിയരുത്. മഹാബോറന്മാരാ. സ്നേഹപൂർവ്വം മാഷ്ട കവിത. ഇതിനെന്തിനാണ് കത്ത്? പറഞ്ഞാ പോരെ, ഞാൻ വരും മോളെ. ഇതെല്ലാം പച്ചയല്ലേ? ഇനിയിപ്പോ ഏത് പച്ചയാ വേണ്ടേ? സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ്. പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ചയാണ് ഞാൻ നോക്കണേ. ആ മോളിലെ പച്ചടിക്ക് അതിന് വില കൂടുതലാ. വില പ്രശ്നമല്ലാന്ന്, നിങ്ങൾ സാധനം എടുക്കി. എന്നാൽ ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം. ഒരു കാര്യം ചെയ്യ്, പാന്റിനും ഷർട്ടിനും തന്നെ കുറിച്ചോളി. താൻ എന്തോ ഇങ്ങനെ കിടന്ന് ചിരിക്കണേ? തന്റെ സ്വന്തക്കാരെങ്കിലും മരിക്കാൻ കിടക്കണ്ടോ? അല്ല, ഈ ചുവന്ന ഷർട്ടിന്റെ കൂടെ ആരെങ്കിലും ചുവന്ന പാന്റ് ഇടോ മാഷെ? ഞാനിടും. ഓ, മാഷ് നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും. നാടകത്തിൽ അഭിനയിക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. തനിക്കിതൊന്നും തയ്ച്ചു തരാൻ പറ്റുമോ? ഞാൻ തയ്ച്ചു തരാം. പക്ഷേ മാഷ് ഒരു അധ്യാപകനാണല്ലോ എന്ന് കരുതിയാ? അധ്യാപകന്മാർക്ക് ഇന്നത് ഇടാവൂന്ന് നിയമമൊന്നുമില്ലല്ലോ. വേണമെങ്കിൽ ചോപ്പിടാം, വെള്ളയിടാം, പച്ചയിടാം. കൂടെയുള്ള അധ്യാപകർ മരിക്കുകയാണെങ്കിൽ കറുപ്പിടാം. അല്ല, ഞാൻ എന്റെ ചെറിയൊരു അറിവ് വെച്ച് പറഞ്ഞതേ ഉള്ളൂ. താൻ കേവലം ചെറിയൊരു ടൈലറാ. ഞാനൊരു അധ്യാപകനും അറിവ് പകർന്നു കൊടുക്കുന്ന ആള്. വലിയ വാചകം ഒന്നും അടിക്കണ്ട. ഈ പാന്റ് ഷർട്ട് ഇങ്ങോട്ട് തയ്ച്ചു തന്നാ മതി. താൻ എന്തുകൊണ്ട് അളവ് എടുക്കണേ? കത്രിക വെട്ടൊത്തി എടുത്ത് എടുക്ക്. താൻ ഉമ്മ വയ്ക്കാൻ പോവാ? മാഷല്ലേ? അല്ല ടീച്ചർ, മനുഷ്യനൊരു നല്ല കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴാണ് ഈ പുറകുന്നുള്ള വിളി. ഗാന്ധർവത്തിന് ശ്രുതി തേടുന്നൊരു ഗായകനുണരുമ്പോ കാമ്പോജിയതിൻ പ്രണവധ്വനിയായി ഭൂമിയിൽ നീ വന്നു. ഈറനൊടുക്കും താഴ്വാരങ്ങൾ താളമെടുക്കുമ്പോ ഏഴ് സ്വരങ്ങളിലൂടെ നീ എന്റെ നാവിലുദിക്കുന്നു. ദസരിഗരി സരിഗമഗ മഗ കരിരി ഗാന്ധർവത്തിന് ഗാഗ ഗാഗ ഗഗ ഗാഗ ഗാഗ ഗരി ഗാന്ധർവത്തിന് ശ്രുതി തേടുന്നൊരു ഗായകനുണരുമ്പോ കാമ്പോജിയതിൻ പ്രണവധ്വനിയായി ഭൂമിയിൽ നീ വന്നു.
തോട്ടമിതിൽ ഏകാന്ത കാമുകൻ ഞാൻ ആദമായി കാത്തു നിൽപ്പൂ ആദമായി കാത്തു നിൽപ്പൂ ഏതൻ തോട്ടമിതിൽ ഏകാന്ത കാമുകൻ ഞാൻ ആദമായി കാത്തു നിൽപ്പൂ ആദമായി കാത്തു നിൽപ്പൂ ആത്മാവിനാൽ താരയിൽ ജീവിത സ്നേഹത്തിൻ ദീപമാകൂ അകലുന്ന നാളിൽ ഷാജഹാൻ പാടുന്ന രാവിൽ മൂകാനുരാഗത്തിൻ പ്രേമ കുടീരത്തിൽ മുംതാസ് എഴുന്നള്ളിയോ എന്റെ മുംതാസ് എഴുന്നള്ളിയോ തല്ലും കനവിൻ പടവിൽ പ്രണയാഭിലാഷത്തിൻ പാലൊളി തൂകുന്ന റംസാൻ നിലാവെത്തിയോ ഇന്ന് റംസാൻ നിലാവെത്തിയോ പയ്യൻ മലയാളിയാണെങ്കിലും വളർന്നതും IAS പഠിച്ചതൊക്കെ അങ്ങ് പഞ്ചാബിലാ. ഒരു മാസമായിട്ടേ ഉള്ളൂ ഇങ്ങോട്ട് മാറ്റം കിട്ടിയിട്ട്. പഞ്ചാബിലോ? വല്ല ഭീകരണോ മറ്റോ ആയിരിക്കും എന്റെ ഭഗവാനെ. കുട്ടിയെക്കുറിച്ചും തറവാടിനെ-കുറിച്ചും അച്ഛന്റെ പ്രതാപത്തെക്കുറിച്ചും ഒക്കെ ശരിക്ക് കാച്ചിട്ടുണ്ട്. അല്ല, പഠിത്തൊരു പ്രശ്നമാവോ? പ്രശ്നമാവോന്ന് ചോദിച്ചാ പ്രശ്നം തന്നെയാ. പക്ഷെ ഞാനല്ലേ ഏറ്റെടുത്തത്. അക്കാര്യം ഒന്നും പേടിക്കണ്ട. തള്ളയ്ക്കും തന്തയ്ക്കും നോട്ടം പഠിത്തത്തിലല്ല, ജോർജ് കുട്ടിയില്ല. അതാരാ ജോർജ് കുട്ടി? ചിലപ്പോ ഡ്രൈവർ ആയിരിക്കും. ജോർജ് കുട്ടി എന്ന് പറഞ്ഞാലേ പണം. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച പോലെ വരുന്ന ദിവസം വിളിച്ചറിയിക്കാം. പുതിയ നമ്പർ ഓർമ്മയുണ്ടല്ലോ? ഓ അറിയാം. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ആവട്ടെ. കവിതേ, എന്തിനാ കുട്ടി കരയണേ? കാര്യം എന്താണെന്ന് പറയൂ. അച്ഛൻ എനിക്ക് വേണ്ടി വിവാഹാലോചന നടത്തുന്നു. എനിക്ക് ഈ വിവാഹം വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, അതിനെന്തിനാ കരയണേ? ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. അതൊന്നും കുട്ടി അത്ര കാര്യമാക്കണ്ട. ഞങ്ങൾ അതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം പറയാം, വേണ്ടെന്ന് വെക്കാൻ എളുപ്പം കഴിയും. കുട്ടി ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. മാഷിക്കാര്യത്തിൽ എന്നെ സഹായിക്കണം. എന്നാലും അങ്ങനെയല്ലല്ലോ, കുട്ടിയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. താൻ ഇത്ര സില്ലിയായാലോ? ഒന്ന് കരയാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം.
എന്താ കുറുപ്പേ ഇനിയും കാണുന്നില്ലല്ലോ? പിള്ളച്ചേട്ടൻ വിഷമിക്കാതിരി. പയ്യൻ ആപ്പഴൊപ്പ കേസൊന്നുമല്ലല്ലോ, IAS കാരനല്ലേ. പഞ്ചാബിൽ നിന്ന് വിമാനത്തിലല്ലേ വരുന്നത്? പറന്ന് പറന്ന് വരികയല്ലേ, ചിറക് മുറിഞ്ഞ വല്ല ഹിമാലയത്തിലും വീണ് കാണും, അതാ കാണാത്തത്. അമ്മാവന് ടെൻഷൻ ആവണ്ട, ഫ്ലൈറ്റ് ചിലപ്പോൾ ലേറ്റ് ആയിരിക്കും. പയ്യൻ IAS കാരനല്ലേ, സ്വന്തമായിട്ടൊരു പ്ലെയിൻ മേടിച്ച് വന്നൂടെ? ആ പിന്നൊരു കാര്യം, പയ്യൻ ഭയങ്കര തിരക്കുള്ള ആളാ, കളക്ടറാ. ഇപ്പൊ തന്നെ പിള്ളച്ചേട്ടന്റെ വീട്ടിൽ വന്ന് പെണ്ണ് കാണാൻ സമയം കിട്ടാത്തത് കൊണ്ടാണല്ലോ അളിയന്റെ വീട്ടിൽ വെച്ചത്. അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങ് നടക്കേണ്ടത് അവിടെ വെച്ചല്ലേ? അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അവിടെ തന്നെ അല്ലേ? ഇതും സ്വന്തം വീട് പോലല്ലേ അളിയാ? അതൊക്കെ ശരി, ആളിവിടെ എത്തണ്ടേ? എന്റെ സംശയം വഴി തെറ്റി ഇനി വേറെ വല്ലയിടത്തും പോയി കാണുമെന്നാ. വരാൻ വൈകിയപ്പോ ഞങ്ങൾ വിഷമിച്ചു. മിനിസ്റ്ററെ കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു, അദ്ദേഹം വിട്ടില്ല, അവിടെ പിടിച്ചിരുത്തി. എന്ത് ചെയ്യാൻ? സാരമില്ല, ചില സ്ഥലങ്ങളിൽ കുടുങ്ങിയാൽ മണിക്കൂറുകൾ തന്നെ വൈകും, പ്രത്യേകിച്ച് മന്ത്രിമാരുടെ മുന്നിൽ. അതെ. വരൂ വരൂ. വരൂ, അകത്തേക്ക് ഇരിക്കാം. അതേ ഇരിക്കൂ. ഇവിടെ ഇരിക്കും. ഇരിക്കും. അവിടെ ഇരിക്കാമല്ലോ. ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പഞ്ചാബിലേക്ക് പോയിട്ട് വരും. അവിടെ തീവ്രവാദികളുമായിട്ട് ഒരു കൊളീഷൻ ഉണ്ട്. ആദ്യം നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം. പെട്ടെന്നാകട്ടെ. അത് ഭരതൻപിള്ള. നമസ്കാരം. ഇത് കുട്ടിയുടെ അമ്മാവൻ രാമകൃഷ്ണക്കുറുപ്പ്. ഹലോ. ഞാൻ കസ്റ്റംസിലായിരുന്നു. അയ്യോ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ജുവലറി നടത്തുന്നു. ഇത് കുറുപ്പ് സാറിന്റെ മകനാ ശ്രീകുമാർ, ഗൾഫിലാ. ഇതെന്റെ ചെറിയമ്മാവൻ, റവന്യൂ വകുപ്പിലാണ്. അതെന്റെ കൊച്ചച്ഛൻ, എക്സൈസ് കമ്മീഷണറാണ് ബോംബെയിൽ. കൂടെ ഉള്ളവരെല്ലാരും ബന്ധുക്കളാണ്, എല്ലാവരും കളക്ടർമാരുമാണ്. ഞാനിവിടുത്തെ കാര്യസ്ഥൻ രാവുണ്ണി. ഞാൻ വിചാരിച്ചു ഇവിടുത്തെ വേലക്കാരനാണത്. കഷ്ടം. സത്യം പറഞ്ഞാൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജാതകം അടുത്ത കാലത്തും കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ഭാസ്കര പണിക്കർ പറഞ്ഞത്. ഇവിടെ പഞ്ചാബിനേക്കാൾ ഭയങ്കര ചൂടാണ്. ആദ്യം തണുത്ത എന്തെങ്കിലും കുടിക്കാം, എന്നിട്ട് മതി ഡിസ്കഷൻ. എന്താ? ഓ രാവണി, കുടിക്കാൻ കൊണ്ടുവരാൻ പറയൂ. ബൈ ദ വേ, ശ്രീ ഗൾഫിൽ എവിടെയായിരുന്നു? കുവൈറ്റിലായിരുന്നു. എന്നാ മടക്കം? 3 മാസം ലീവ് ഉണ്ട്. അവിടെ ഒരു ഹുസൈനെ അറിയാമോ? ഏത് ഹുസൈൻ? സദ്ദാം ഹുസൈൻ. അല്ല, കൊതഞ്ചേരി ഹുസൈൻ. ബാങ്ക് ഓഫ് കുവൈറ്റിലാണ് ജോലി. എണ്ണ കമ്പനിലല്ലേ? അല്ല. അല്ല, എനിക്കറിയില്ല. ചെല്ലുമോളെ, ഓണത് കൊണ്ട് കൊടുക്ക്. എനിക്ക് വയ്യ. അയ്യേ, ഇവരുടെ ഒരു നാണം. വീട്ടിൽ ആരെങ്കിലും വന്നാ ഇങ്ങനെയാണോ പെരുമാറുന്നത്? യോ, എനിക്ക് കല്യാണം വേണ്ടെന്ന്. അയ്യോ, അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ ഇത്രയും നല്ലൊരു ആലോചന ഉണ്ടാക്കിയത്. കുഞ്ഞു ചെല്ല്. ഞാനായിരുന്നെങ്കിൽ ഓടി ചെല്ലുമായിരുന്നു. ഇപ്പൊ വേണ്ട, സമയാവുമ്പോ പറയാം. അയ്യോ, അച്ഛൻ വിളിക്കുന്നു. മോളി ചെല്ല്, ഞാനും കൂടെ വരാം. ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ അദ്ദേഹത്തിന്. തലയെ വെച്ചാ ഉറുമ്പായിരിക്കും, താഴെ വെച്ചാ പേനായിരിക്കും, അങ്ങനെയാ കൊണ്ടു നടക്കുന്നത്. എടുത്തു കൊടുക്കും മോളെ. No please, I will take. എന്താ പേര്? കവിതാ ഭരതൻ. ഏത് കോളേജിലാ പഠിക്കുന്നത്? കള്ളങ്കോട് ട്യൂട്ടോറിയൽ കോളേജിലാ. 10ാം ക്ലാസ്സിൽ 3 പ്രാവശ്യം തോറ്റു. അല്ല, ഇത്തവണ ജയിക്കും, ഇല്ലെങ്കിൽ ജയിപ്പിക്കും. അതിരിക്കെ അവര് തമ്മിൽ സംസാരിക്കട്ടെ. സാറ് ചെല്ലേ. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തരുത്. അതിനെന്താ? ഓഫ് കോഴ്സ്, താങ്ക് യു. അതെല്ലാവർക്കും കൊടുക്കണോ? കവിത, നല്ല പേര്, എനിക്കിഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് പഞ്ചാബി വന്നിട്ടുണ്ടോ? പഞ്ചാബി വരണ്ട, അത് പോട്ടെ. പാടാൻ അറിയോ? ഡാൻസ് അറിയാം? കുറച്ചൊക്കെ അറിയാം. വിക്കുണ്ടല്ലേ? നല്ല വിക്കുണ്ട്.
സംബന്ധിച്ചാണെങ്കിൽ വിക്ക് ഒരു പ്രശ്നമേ അല്ല. ഒരു ഫിലോസഫി. കാക്കയ്ക്ക് കറുപ്പഴകാണെന്ന് പറയുന്ന പോലാണ് കുട്ടിക്ക് വിക്ക്. ഓഫ് കോഴ്സ് പെർഫെക്റ്റ് ആയ ആരെയും ഞാൻ ഇഷ്ടപ്പെടാറില്ല. എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു. ചേരേണ്ടവർ തമ്മിലല്ലേ ചേരൂ. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. എല്ലാം ഈശ്വര നിശ്ചയം. അതാണ് പ്രഫുല്ലകുമാർ IAS പഞ്ചാബ് കളക്ടർ. ജനിച്ചതും വളർന്നതും കേരളത്തിലാണെങ്കിലും ഞാൻ IAS എടുത്തത് ഡെറാഡൂണിലാണ്. മാരേജ് കഴിഞ്ഞാൽ എവിടെ താമസിക്കാനാണ് ഇഷ്ടം? പഞ്ചാബ്, ഇറാഖ്, നിക്കാരഗ്വ, വിയറ്റ്നാം, ശ്രീലങ്ക, ഇവിടൊക്കെ പോരെ? ഞാനൊരു തമാശ പറഞ്ഞാണ്. എന്താ കളക്ടർക്ക് തമാശ പറഞ്ഞൂടെ? മിക്കാണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. ബൈ ദി ബൈ, എന്നെ ഇഷ്ടപ്പെട്ടോ? മൗനം സമ്മത ലക്ഷണമെന്നാണല്ലോ. സൈലൻസ് ഈസ് പ്ലീസ്. എന്തത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാകണ്ടല്ല. പക്ഷേ അമ്മാവനൊരു അറ്റാക്ക് കഴിഞ്ഞാണെന്നുള്ള കാര്യം നീ ഓർക്കണം. ഈ കുടുംബത്തിന് ഒരു അന്തസ്സുണ്ട്, അത് നീ നശിപ്പിക്കരുത്. ഇവൾക്ക് ഇപ്പൊ ഒരു വിവാഹം വേണ്ടെന്നാ പറയുന്നത്. അത് ഇവളാണോ തീരുമാനിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനൊരു തീരുമാനം എടുത്താൽ അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. എന്നാലും ഇവളെ ഇഷ്ടം കൂടി നോക്കണ്ടേ മാവ? അച്ഛന് ഞാൻ അത്രയ്ക്ക് ശല്യമായോ? മോളെ, അച്ഛൻ ഈ പാടുപെടുന്നതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. മോൾ അച്ഛൻ പറയുന്നത് കേൾക്ക്. അമ്മയില്ലാത്ത വിഷമം ഇവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ അറിയിച്ചിട്ടുമില്ല. കുഞ്ഞുലക്ഷ്മി മരിച്ചപ്പോ വേറൊരു വിവാഹത്തിന് പലരും എന്നെ നിർബന്ധിച്ചിട്ടുള്ളതാണ്. എനിക്കിത് തന്നെ കിട്ടണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.